രാഷ്ട്രീയ കേരളത്തിൻ്റെ കണ്ണു മുഴുവൻ നിലമ്പൂരിലാണ്. നിലമ്പൂരിൽ ഒരു തെരഞ്ഞെടുപ്പ് വരാനുണ്ടായിരുന്ന സാഹചര്യം അതൊക്കെ കേരളത്തിലെ സർക്കാരിന് വലിയ തിരിച്ചടിയാകുമെന്ന ഒരു പ്രതീക്ഷയിൽ നിൽക്കുന്നു UDF. പറഞ്ഞാൽ നിലമ്പൂരിൽ എപ്പോഴും രണ്ട് മുന്നണികളുടെ പോരാട്ടം മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. ഇത് 2ഉം കഴിഞ്ഞ് 3ഉം കഴിഞ്ഞ് 4 ചതുഷ്കോണ മത്സരമാണ് നിലമ്പൂരിൽ. യഥാർത്ഥത്തിൽ ആർക്കാണ് സാധ്യത? ആർക്കാണ് സാധ്യത എന്ന് പറയുന്നതിന് മുമ്പ് താങ്കൾ ആദ്യം പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. രാഷ്ട്രീയ കേരളത്തിൻ്റെ കണ്ണ് മുഴുവൻ നിലമ്പൂരിലേക്കാണ്. അത് കുറേ കൂടെ ലളിതമാക്കി ചുരുക്കി നമുക്ക് പറയാം, കണ്ണ് മുഴുവൻ അൻവർ എന്നൊരു മനുഷ്യനിലേക്കാണ്. അൻവർ എന്നൊരു ഒറ്റ സ്ഥാനാർത്ഥിയാണ്. അത് മത്സരിക്കുമെന്നറിയില്ല. ഈ നിലമ്പൂരെ തെരഞ്ഞെടുപ്പിന് രാഷ്ട്രീയ പ്രാധാന്യം ഉണ്ടാക്കി കൊടുത്തത്. അല്ലെങ്കിൽ ഒരു സാധാരണ UDF LDF മത്സരം, UDFിൻ്റെ സ്ഥാനാർത്ഥി ജയിക്കുന്നു, ആ രീതിയിൽ അങ്ങ് പോയേനെ. ഇവിടെ അൻവറിൻ്റെ ഫാക്ടർ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുകയാണ്. 2 സംഭവങ്ങളോടെ ഉണ്ട്. അൻവർ കേവലം അൻവറായിട്ടല്ല വന്നിരിക്കുന്നത്, തൃണമൂലിൻ്റെ പ്രതിനിധിയായിട്ടാണ് വന്നിരിക്കുന്നത്. മറ്റൊരു രാഷ്ട്രീയ കക്ഷിയുടെ പ്രതിനിധിയായിട്ടാണ്, അതും CPMനെ ഏറ്റവും കൂടുതൽ എതിർക്കുന്നത്. ബംഗാളിൽ CPMന്റെ മുഖ്യ ശത്രുവായ മമതയുടെ അനുഗ്രഹാശത്വം അങ്ങനെയാണ് വന്നിരിക്കുന്നതെങ്കിൽ അൻവർ പറയുന്നത് ശരിയാണെന്ന് നമുക്കറിയത്തില്ല. അൻവർ പറയുന്നത് ശരിയാണെങ്കിൽ കേരള രാഷ്ട്രീയത്തെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയുന്ന മറ്റൊരാളാണ് മമത. മൂന്നാമതൊരു ഫാക്ടർ ഇവിടെ വരികയാണ്. അവിടെ കോൺഗ്രസ് സ്വല്പമെങ്കിലും പുറകോട്ട് പോയാൽ മമതയ്ക്ക് ഇടിച്ചു കയറാനുള്ള വഴിയാവും. അങ്ങനെ ഒരു മാർഗ്ഗം അവിടെ കിടക്കും. മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെ നല്ല പിന്തുണയും മമതയ്ക്ക് എവിടെയുമുണ്ട്. അതും ഈ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് തന്നെ നിലമ്പൂർ പോലെയുള്ള ഒരു ന്യൂനപക്ഷ വോട്ടുകൾ കൂടുതലുള്ള ഒരു സ്ഥലത്തേക്ക് തന്നെ മമത എത്തുന്നു, കാലുവെക്കുന്നു കേരളത്തിൽ എന്ന് പറയുമ്പോൾ അക്ഷരാർത്ഥത്തിൽ അത് തൃണമൂലിൻ്റെ ഒരു പ്രവേശനം കൂടിയാണ്. പക്ഷേ അൻവറിന് പിഴച്ചിട്ടുണ്ടോ യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ? അൻവറിനെ പിഴച്ചിട്ടുണ്ടോ നമുക്ക് വിലയിരുത്തണമെങ്കിൽ അൻവർ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നറിയാമോ? അൻവർ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഉദാഹരണത്തിന് കോൺഗ്രസിലെ അധികാര തർക്കത്തിൽ, അത് മുഖ്യമന്ത്രി സ്ഥാനത്തെക്കുറിച്ചുള്ള തർക്കത്തിൽ ഇപ്പോൾ മുമ്പിൽ നിൽക്കുന്നത്, അല്ലെങ്കിൽ ഇന്നലെ വരെ മുമ്പിൽ നിന്നത് VD സതീശനാണ്. രമേശ് ചെന്നിത്തലയൊക്കെ കുറേശ്ശെ പിന്തള്ളിപ്പോട്ട് പോയി. 2 ക്രെഡിറ്റ്, തൃക്കാക്കര തെരഞ്ഞെടുപ്പിൻ്റെയും പാലക്കാടിൻ്റെയും ക്രെഡിറ്റ് പുതുപ്പള്ളിയിലെ പോലും അവിടെ തോറ്റാൽ ഞാനാണ് തൂക്കുന്നത് എന്ന് പറഞ്ഞ്. പക്ഷെ നിലമ്പൂരിൽ അത് പറയാനുള്ള ഇതുവരെ പറഞ്ഞിട്ടില്ല. അത് നാളെ പറയുമായിരിക്കും ചിലപ്പോൾ. ഇതിൽ അപ്പോൾ അൻവറിൻ്റെ രാഷ്ട്രീയമാണ് നാളെ കേരളത്തിൻ്റെ ഗതി നിർണ്ണയിക്കാൻ പോകുന്നത്. അവിടെയാണ് കോൺഗ്രസ് സൂക്ഷിക്കേണ്ടത്. പക്ഷെ മറിച്ച് അൻവറിന് സാമാന്യം നല്ല വോട്ട് കിട്ടുകയും UDFിൻ്റെ സ്ഥാനാർത്ഥിക്ക് ഒരുമാതിരി നല്ല ഭൂരിപക്ഷം കിട്ടുകയും ചെയ്താൽ വേറൊരു അപകടം കൂടെ സംഭവിക്കാം. LDFിനോട് വോട്ടില്ലാത്ത സ്ഥലമാണ്. അൻവറിൻ്റെ വോട്ട് കിട്ടിയ 20,000 വോട്ട് കുറച്ചാൽ പിന്നെ വോട്ടില്ല, 3ാം സ്ഥാനത്ത് പോവുമോ? അതും ചിലപ്പോൾ അതും സാധ്യതയുണ്ട്. അൻവറിൻ്റെ ഇന്നലത്തെ വാർത്താ സമ്മേളനത്തിൽ തന്നെ പറയുന്നുണ്ടായിരുന്നു, അൻവറിന് 25,000 വോട്ട് തയ്യാറായി നിൽക്കുന്നു, ബാക്കിയുള്ളത് ഇനി വരാനും ഏത് ഭാഗത്തുനിന്ന് വേണമെങ്കിലും വരാം. അതായത് മലയോര മേഖലയുണ്ട്, അതുപോലെ തന്നെ സാധാരണക്കാർ വസിക്കുന്ന ഇടങ്ങളിലെല്ലാം അൻവറിന് നല്ല സ്വാധീനമുണ്ട് എന്ന് അവരുടെ പാർട്ടിയും അവരുടെ നേതാക്കളും പറയുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ ഈ അൻവറിന് ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് എൻ്റെ ഒരു അഭിപ്രായ പ്രകാരം അൻവറിന് ഇതായിരുന്നില്ല അൻവറിൻ്റെ ലക്ഷ്യം, ഇതായിരുന്നില്ല അൻവർ ചെയ്യേണ്ടിയിരുന്നത്. അൻവറിന് വലിയൊരു പാളിച്ച പറ്റിയെന്ന് തന്നെ പറയേണ്ടി വരും. കാരണം അൻവർ ജയിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അതുപോലെ തന്നെ അൻവറിന് ജയിച്ചില്ല എങ്കിൽ അൻവർ എങ്ങോട്ട് പോകും? അൻവറിൻ്റെ ലക്ഷ്യം പിണറായി വിരുദ്ധത, പിണറായിസവും മരുമോൻസവും തകർക്കുക എന്നുള്ളതാണ്. ഇത് രണ്ടും നടക്കാതെ പോകും. അത് ഒരുപക്ഷെ VD സതീശൻ്റെ വാശിയാണെന്ന് പറയാം, UDFിൻ്റെ വാശിയാണെന്ന് പറയാം, അല്ലെങ്കിൽ അൻവറിൻ്റെ നാക്കുപിഴ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ അൻവർ വിചാരിച്ചൊരു ലൈനിലേക്ക് ഈ രാഷ്ട്രീയം, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം എത്തിയില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അൻവറിൻ്റെ പെരുമാറ്റത്തിന് ഏറ്റവും നല്ല ഉദാഹരണം നമ്മുടെ അടുത്തുള്ള ഒരു കല്യാണ വീട്ടിൽ, നമ്മുടെ സ്വന്തക്കാരായിക്കൊള്ളട്ടെ, കല്യാണ വീട്ടിൽ നമ്മൾ വേണ്ട സഹായമൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞു, സാമ്പത്തികമായിട്ട് സഹായമൊക്കെ ചെയ്യാമെന്ന് പറയുന്നു. അതിനിടയ്ക്കാണ് പെണ്ണ് കാണൽ നടക്കുന്നത്. പെണ്ണ് കാണാനായിട്ട് ചെറുക്കൻ കൂട്ടർ വന്നിരിക്കുമ്പോൾ നമ്മൾ അങ്ങോട്ട് ചെല്ലുകയാണ്. നമ്മൾ കുറച്ച് സമ്പത്ത് ചെയ്യുന്നുണ്ടല്ലോ, കുറേ സഹായം ചെയ്യുന്നുണ്ടല്ലോ. എന്നിട്ട് ചെറുക്കൻ്റെ ആൾക്കാരോടും പെണ്ണിൻ്റെ വീട്ടുകാരോടും ഒക്കെ ആയിട്ട് പറയുകയാണ്, ഇവൻ കൊള്ളിയില്ല, വേറെ നല്ല പയ്യനെ നമുക്ക് തപ്പിയെടുക്കാം എന്ന് പുറത്തൊരുത്തം പറയുമ്പോൾ ഉണ്ടാകുന്ന വികാരമാണ്, വീട്ടുകാർക്കുണ്ടായ വികാരമായിരിക്കും അൻവർ ജോയി ആണ് നല്ലത്. അങ്ങനെ ഒരു അബദ്ധമാണ്. ഒരു കാരണവശാലും ഒരു പാർട്ടിക്കോ ഒരു മുന്നണിക്കോ അവരുടെ സ്ഥാനാർത്ഥിയെ മുൻകൂട്ടി കാണിച്ചു കൊടുക്കാനുള്ള അധികാരം മറ്റൊരു പാർട്ടിയുള്ള ഒരാൾക്കില്ല.
അദ്ദേഹം UDFന്റെ ഭാഗമായി വന്നാൽ തന്നെയില്ല. ഇപ്പോൾ മുസ്ലിം ലീഗിൽ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇന്ന് ഒരാളെ നിർത്തുമെന്ന്? ഇല്ല. കോൺഗ്രസിന് ആ സീറ്റ് വിട്ടുകൊടുത്താൽ കോൺഗ്രസ് അവിടെ തീരുമാനിക്കും. അത് ആരെ തീരുമാനിച്ചാലും മറ്റുള്ളവർ അംഗീകരിക്കണം. അതുപോലെ തന്നെ മുസ്ലിം ലീഗ് ഒരാളെ തീരുമാനിച്ചാൽ അത് കോൺഗ്രസും അംഗീകരിക്കണം. അങ്ങനെയാണ് ഒരു മുന്നണി. ഉദാഹരണമുണ്ട്. കളമശ്ശേരിയിൽ ഇബ്രാഹിം കുഞ്ഞ് മത്സരിക്കാൻ ശ്രമിക്കുമ്പോൾ, അല്ലെ ഇബ്രാഹിം കുഞ്ഞിൻ്റെ മകൻ മത്സരിക്കാൻ ശ്രമിക്കുമ്പോൾ പല കോൺഗ്രസ് നേതാക്കന്മാർക്കും ആ സ്ഥാനാർത്ഥി മോശമാണ് എന്ന അഭിപ്രായവും ലീഗിന്റെ നേതൃത്വത്തെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതെ, പക്ഷേ ലീഗ് അത് തീരുമാനിച്ചു. ലീഗിൻ്റെതായ കമ്പൽഷൻസ് വേറെ ഉണ്ട്. അതെ, മുമ്പത്തെ പോലെ സഹായത്തിന്റെ പ്രശ്നമുണ്ട്. അതെ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ കമ്പൽഷൻസിനെ വകവയ്ക്കാതെ മുസ്ലിം ലീഗ് തീരുമാനിക്കുകയാണ്. അതെ അതെ. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നിലമ്പൂരിൽ അൻവർ വന്നിരിക്കുന്ന ഒരു സാഹചര്യം, അദ്ദേഹം പിണറായിസത്തിനെതിരെ വന്ന് നിലമ്പൂരിൽ ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥി അല്ലെങ്കിൽ UDF സ്ഥാനാർത്ഥി വിജയിക്കുകയും തൊട്ടടുത്തെവിടെയെങ്കിലും തനിക്ക് പറ്റാവുന്നൊരു മണ്ഡലം, അതായത് ഇപ്പോൾ തിരുവമ്പാടി അല്ലെങ്കിൽ പൊന്നാനി, തവനൂർ, പട്ടാമ്പി പോലെയുള്ള ഏതെങ്കിലും ഒരു മണ്ഡലമാകാം അദ്ദേഹം മനസ്സിൽ വെച്ചത്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കുറച്ച് സിറ്റിംഗ് മണ്ഡലം മാത്രമേ ഉള്ളൂ. അത് മലപ്പുറം ജില്ലയിൽ ആകെയുള്ളത് വണ്ടൂർ, അതൊരു സംവരണ സീറ്റാണ്. പിന്നെയുള്ളത് കോഴിക്കോട് ജില്ലയിലേക്ക് പോയാലില്ല, പാലക്കാട് ജില്ലയിലില്ല. എവിടെയും സിറ്റിംഗ് സീറ്റ് വേണമെന്ന് പറഞ്ഞാൽ അൻവറിന് കൊടുക്കാൻ കോൺഗ്രസിന്റെ കയ്യിൽ സീറ്റില്ല. പക്ഷെ കോൺഗ്രസിന് ജയിക്കാവുന്ന സീറ്റുകളുണ്ട്. ഇപ്പൊ തിരുവമ്പാടി കോൺഗ്രസിന്റെ സീറ്റല്ല, അത് മുസ്ലിം ലീഗിന്റെ സീറ്റ്. പക്ഷേ തിരുവമ്പാടി ഒരു കുടിയേറ്റ കർഷകരൊക്കെ കൂടുതലുള്ള ഒരു ക്രിസ്ത്യൻ മുസ്ലിം ജനതയുള്ള ഒരു പ്രദേശത്ത് ഒരു പക്ഷേ അൻവർ അവിടെ മത്സരിച്ചാൽ കോൺഗ്രസിന്റെ പിന്തുണയും കൂടി കിട്ടിയാൽ നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കാമെന്ന് അദ്ദേഹത്തിനൊരു താല്പര്യമുണ്ടായിരുന്നു. അതാണ് ക്രിസ്ത്യൻ മേഖലയിലേക്ക് VS ജോയിയെ അയക്കരുത് എന്ന് പറഞ്ഞിട്ടാണ് നിലമ്പൂരിൽ തന്നെ ജോയിയെ കാണിച്ചത് എന്നൊരു അഭിപ്രായം അവിടെയുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് സീറ്റ് ഇന്നത് കിട്ടിയില്ല എന്ന് മാത്രമല്ല, ഇപ്പോൾ അവിടെ വിമതനായി. ശരിക്കും പറഞ്ഞാൽ തൃണമൂൽ സ്ഥാനാർത്ഥിയാണെങ്കിലും ഒരു തരത്തിലൊരു വിമതം തന്നെയാണ്. അത് പ്രശ്നം. കോൺഗ്രസ് വിമതനായിട്ടാണെങ്കിൽ നഷ്ടം കോൺഗ്രസിനാണ്. അതെ അതെ. CPM വിമതനായിട്ടാണ്. ഇപ്പൊ അൻവർ ആ ഒരു കളർ CPM വിമതനാണെന്ന് ആരും പറയുന്നില്ല. അതെ അതെ. അതിന്റെ നഷ്ടം വരുന്ന കോൺഗ്രസിനാണ്. അതെ അതെ. അതുകൊണ്ടാണ് കോൺഗ്രസിന് നഷ്ടം വരിക എന്നുള്ള ഒറ്റ ഉദ്ദേശത്തിലാണ് സതീശനെ തന്നെ വീണ്ടും ആക്രമിക്കുന്നത്. ഇനി അൻവർ കോൺഗ്രസിൽ നിന്ന് പോയാലും പോയില്ലേലും മുന്നണിയിൽ ഉണ്ടെങ്കിലും ഇല്ലേലും അവിടെ UDF ജയിക്കും. അതിന്റെ കാരണം കഴിഞ്ഞ പ്രാവശ്യം അൻവർ ജയിച്ച, അതായത് 11,504 കിട്ടിയ ഭൂരിപക്ഷം കിട്ടിയപ്പോഴും 2000 വോട്ട് ഭൂരിപക്ഷം കിട്ടുമ്പോഴും അൻവറിന് കിട്ടിയ വോട്ട് ഏതൊക്കെ, അൻവറിൻ്റെ കൈവശം ഉണ്ടായിരുന്ന വോട്ട് ഏതൊക്കെ, LDFന് ഉണ്ടായിരുന്ന വോട്ട് പ്ലസ് അൻവറിന് പേഴ്സണലായിട്ട് ക്യാൻവാസ് ചെയ്യാവുന്ന വോട്ട്, അതൊന്നും UDFന്റെ വോട്ടല്ല. ഇപ്പോൾ അൻവർ വെക്കുന്ന അൻവറിന് മാത്രമാണ് ഇതൊരു നഷ്ടം. കാരണം ഇവിടെ VD സതീശൻ ഇപ്പോൾ UDF ജയിക്കുകയാണെങ്കിൽ VD സതീശൻ എന്ന പ്രതിപക്ഷ നേതാവ് മികച്ച ഒരു നേതാവായി മാറുകയും അൻവറും സതീശനും തമ്മിലുള്ള വൈരാഗ്യം അവിടെ തന്നെ നിലനിൽക്കുകയും ഒക്കെ ചെയ്യും. അൻവറിന് ഇത് മനസ്സിലായിട്ടില്ല. ഇന്ന് വരെ അൻവർ വന്നിരിക്കുന്ന വഴികളിൽ രാഹുൽ ഗാന്ധിയെ DNA പരിശോധിക്കണം എന്ന് പറഞ്ഞൊരു വ്യക്തി, VD സതീശനെ 150 കോടിയുടെ ആരോപണം, അത് കള്ള ആരോപണമാണെങ്കിലും അല്ലെങ്കിലും VD സതീശനെതിരെ വലിയൊരു ആരോപണം ഉന്നയിച്ചൊരു വ്യക്തി, അതിനൊന്നും ഒരു മാപ്പ് പറയുകയോ ഒരു പ്രായച്ചിത്തം എന്നുള്ള രീതിയിൽ എന്തെങ്കിലും ഒന്നും ചെയ്തിട്ടില്ല. അതൊക്കെ ആ വാക്കുകളൊക്കെ അവിടെ നിലനിൽക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒരാളെ, ദേശീയ അധ്യക്ഷനും ലോകസഭയിലെ പ്രതിപക്ഷ നേതാവുമായ കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവിനെ ഇത്രയും ഒരു അസഭ്യം പറഞ്ഞ ഒരാൾ അതും തിരുത്തിയിട്ടില്ല. VD സതീശനെ പറഞ്ഞതും തിരുത്തിയിട്ടില്ല. ഇങ്ങനെ ഒന്നും തിരുത്താതെ ഇപ്പോൾ ആര്യാടൻ ഷൗക്കത്ത് അവിടെ പാർട്ടി തിരഞ്ഞെടുത്ത സ്ഥാനാർത്ഥിയെ വളരെ മോശമായി അധിക്ഷേപിക്കുന്നു. എന്നിട്ടും എന്നെ UDF വാതിലടച്ചു എന്ന് പറയുന്നതിൽ എന്താണ് അർത്ഥം? ആ ഒരു ആരോപണത്തിൻ്റെ പേരിൽ, നേതാക്കന്മാരെ വിമർശിച്ചു എന്നുള്ള ആരോപണത്തിൻ്റെ പേരിൽ അൻവറിനെ മാറ്റി നിർത്താൻ പറ്റുമോ? തീർച്ചയായും പറ്റണം. അങ്ങനെയാണെങ്കിൽ കോൺഗ്രസിനെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിച്ച വിമർശനങ്ങളും കാലാകാലങ്ങളിൽ മാറി മർമ്മത്ത് ക്രിട്ടിക്കൽ മൂവ്മെൻറ്റ് കാലുമാറിയ ചരിത്രം, ദ്രോഹിച്ച ചരിത്രമുള്ള പാർട്ടിയാണ് കേരള കോൺഗ്രസ്. ജോസ് കെ മാണി അധികാരത്തിൽ വന്നാൽ പ്രത്യേകിച്ചും ഒരു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനെ കുറിച്ചുള്ള തർക്കത്തിന് വേണ്ടി തന്നെ മന്ത്രിസഭ തന്നെ മാറിപ്പോകാനും ഒക്കെ എല്ലാത്തിനും തയ്യാറായ ആളാണ്. അപ്പോൾ അങ്ങനെ ആ ജോസ് കെ മാണിയെ സ്വീകരിക്കാൻ ഇപ്പോഴും നടക്കുകയാണ്. ജോസ് കെ മാണിയോട് ചർച്ച ചെയ്യുകയും സ്വീകരിക്കുകയും. ജോസ് കെ മാണിയും അതൊരു പാർട്ടി എന്നുള്ള നിലയിൽ അവരുടെ ഒരു പാർട്ടിക്ക് ഒരു തീരുമാനമുണ്ട്. ഇതൊരു വ്യക്തി എടുക്കുന്ന തീരുമാനം, പരാജയപ്പെട്ട പാർട്ടിയത് അല്ല. ഇത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ PV അൻവർ എന്ന് പറയുന്നത് വയനാട്ടിൽ മത്സരിച്ചു, UDFന്റെ സ്ഥാനാർത്ഥിക്കെതിരെ ഏറനാട്ട് മത്സരിച്ചു, നല്ല വോട്ട് പിടിച്ചു. ഏറനാടൊന്നും
മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി തോൽക്കുന്ന ഒരു മണ്ഡലമല്ല, അതുകൊണ്ട് രക്ഷപ്പെട്ടു. വയനാടും അതേ രീതിയിൽ. പക്ഷേ MI ഷാനവാസ് 20,000-ത്തിലേക്ക് എത്തി ഭൂരിപക്ഷം. ഇന്ന് 4 ലക്ഷം വോട്ടിന് വിജയിക്കുന്ന ഒരു മണ്ഡലത്തിൽ അന്ന് 20,000 വോട്ടിലേക്ക് എത്തി. രണ്ട് കാരണമുണ്ട്. അത് MI ഷാനവാസ് ആയിരുന്നു എന്നുകൂടി ഓർക്കണം. അതെ, അത് പക്ഷേ അത് പിടിച്ചിരിക്കുന്ന വോട്ടുകൾ മുഴുവൻ അന്ന് പിടിച്ച ഏകദേശം 40,000-ത്തോളം വോട്ടുകൾ കോൺഗ്രസ് വോട്ടുകളാണ്. കോൺഗ്രസ് വോട്ടിന് UDF വോട്ടുകളാണ് അൻവർ പിടിച്ചിരിക്കുന്നത്. അങ്ങനെ അൻവർ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് അതൊക്കെ UDF-നും കോൺഗ്രസിനും എതിരായിട്ടാണ്. അദ്ദേഹം ആരെയൊക്കെ അസഭ്യം പറഞ്ഞിട്ടുണ്ട് അതൊക്കെ UDF-നും കോൺഗ്രസിനും എതിരായിട്ടാണ്. പക്ഷേ ഇപ്പം അടുത്ത കാലത്ത് അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിൽ, അദ്ദേഹത്തിൻ്റെ കച്ചവട രാഷ്ട്രീയത്തിൽ എന്ന് വേണമെങ്കിൽ പറയാം, അതിൽ പറ്റിയ ചില പാളിച്ചകളുടെ കാരണം കൊണ്ടാണ് അദ്ദേഹം മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ തുറന്നടിക്കുന്നത്. എൻ്റെ ഒരു അഭിപ്രായം വീതം വയ്പ് തർക്കം എന്ന് പറയാം. പിന്നെ മരുമകൻ്റെ ഒരുപാട് ഭരണം അദ്ദേഹത്തിന് പിടിക്കുന്നില്ല. പക്ഷെ അദ്ദേഹത്തിന് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്നുള്ള രാഷ്ട്രീയക്കാരെയൊക്കെ ലഭ്യം പറയുകയും അതുപോലെ അതുവഴി ആ പാർട്ടിയിലെ മുന്നണിയിലേക്ക് എത്തണം എന്നൊക്കെ പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യമല്ല. പക്ഷെ ഞാൻ എൻ്റെ കണക്കുകൂട്ടലിൽ കോൺഗ്രസിൻ്റെ മൊത്തത്തിലുള്ള രാഷ്ട്രീയത്തെ, കേരള രാഷ്ട്രീയത്തിൽ കോൺഗ്രസിനെ ഏറ്റവും കൂടുതൽ ദ്രോഹിച്ചിരിക്കുന്നത് കേരള കോൺഗ്രസ്സാണ്. കേരള കോൺഗ്രസിനെ അതിൻ്റെ കാരണം കോൺഗ്രസിൻ്റെ പത്തനംതിട്ട, ഇടുക്കി, ഈ മാണി പാർട്ടിയാണ് സഹായം ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അതുപോലെ തന്നെ ഈ 3-4 ജില്ലകളിലെ 7-8 നിയോജകമണ്ഡലങ്ങളിൽ കോൺഗ്രസിനെ തോൽപ്പിക്കുകയോ അപ്രസക്തമാക്കുകയോ ചെയ്യാൻ മാണിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അത് രാഷ്ട്രീയ ബലമല്ല, സാമുദായിക ബലമാണ്. അത് കോൺഗ്രസിനെതിരായി കൊണ്ടുവന്നു പല ഘട്ടത്തിലും. അത് ഈ കാലം കൊടുത്ത ശിക്ഷ എന്നുള്ള രീതിയിൽ ഇന്ന് മാണിയില്ല. പക്ഷെ ജോസ് കെ മാണിയെ കൊണ്ടുവരാൻ നോക്കുകയാണ്. സ്വന്തം നിയമമാണ് പാലായി. പക്ഷെ അൻവറിന്റെ നാവ് കുറച്ചു കാലത്തേക്ക് അടക്കി വെച്ചിരുന്നെങ്കിൽ അതുകൊണ്ട് തന്നെയല്ലേ PC ജോർജ് ഇപ്പോൾ ഒരു അലയുകയാണല്ലേ യഥാർത്ഥത്തിൽ ഇപ്പോൾ BJP നേതാവാക്കി എന്നല്ലാതെ. മണിയുടെ നാവിനെ പറ്റി എന്നാ പറയുന്നത്? അല്ലെ അങ്ങനെ അതവര് ഒരിക്കലും അവരുടെ രാഷ്ട്രീയ പാർട്ടിയെ, അവര് നിൽക്കുന്ന പാർട്ടിയെ ഒന്നും പറഞ്ഞിട്ടില്ല. മണി മറ്റുള്ള പാർട്ടികളെ അതെ അൻവർ പറഞ്ഞെന്താ, അൻവർ എവിടത്തേക്കാണോ പോകേണ്ടത് അവിടുത്തെ UDF-നെയും ഒക്കെ കുറ്റം പറഞ്ഞുകൊണ്ട് അദ്ദേഹം എന്താ പറഞ്ഞേ, ഏത് ചെകുത്താനായാലും ഞാൻ അംഗീകരിക്കുമെന്ന് പറഞ്ഞ് മണിക്കൂറുകൾക്കുള്ളിൽ അദ്ദേഹം ഒരു ചെകുത്താൻ ഒരു സ്ഥാനാർത്ഥി വന്നതിനെ പരസ്യമായി തള്ളി പറഞ്ഞില്ലേ. ആര്യാടൻ ഷൗക്കത്തിൻ്റെ ജീവചരിത്രം, അദ്ദേഹത്തിൻ്റെ ബാപ്പാൻ്റെ ചരിത്രം എല്ലാം തുറന്നടിച്ച് ഒരാൾക്കൊരു മതന്യൂനപക്ഷങ്ങൾക്ക് വോട്ട് മറിക്കാൻ സാധ്യതയുള്ള തരത്തിലേക്കുള്ള എല്ലാ ആരോപണങ്ങളും അദ്ദേഹം ഉന്നയിച്ചു. അത് തോൽപ്പിക്കുന്നതിൻ്റെ ഭാഗമല്ലേ ഇത്? അപ്പോൾ അതിനകത്ത് അങ്ങനെ ഞാൻ അതുകൊണ്ടാണ് മുമ്പേ ആദ്യം ചോദിച്ചത്, അങ്ങനത്തെ ചാൻസുകൾ ഉള്ളതുകൊണ്ടാണ് ചോദിച്ചത്. അൻവർ കൂടുതൽ വോട്ട് പിടിച്ചാൽ കോൺഗ്രസിന് നട്ടമില്ല. കോൺഗ്രസിന് ഒരൊറ്റ വോട്ട് പോലും പോകില്ല. അത് കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഇത്രയും. പിന്നെ അൻവറിൻ്റെ വേറൊരു കഴിവുകേടുകൂടെ നിങ്ങൾ കാണാം. കഴിഞ്ഞ തവണ 2021 ഇലക്ഷന് ഇടതുപക്ഷം തൂത്ത് വാരുക, വെറുതെ കൈയിട്ട് വാരിയാൽ 10 വോട്ട് കിട്ടും. ആ സമയത്ത് പോലും 2700 വോട്ട്, 10,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ കുറവ് സംഭവിച്ചു. 10,000-ന്റെ കുറവ് 2200-ലേക്ക് അൻവർ താഴെ. അപ്പൊ അൻവറിന്റെ പറയുന്ന ഈ പേഴ്സണൽ സ്വാധീനം, ഞാൻ എപ്പോഴും പറയും, കേരള കോൺഗ്രസിന്റെ മഹാത്മ്യം അടിക്കുന്നത് പോലെ തന്നെ അൻവറും വലിയവനാണെന്ന് പറയേണ്ട ആവശ്യമില്ല. അത് അൻവറിന് ഇപ്പം ബോധ്യം. അൻവറിന് അത് ബോധ്യമായത് കൊണ്ടാണ് അദ്ദേഹം ഒരു മാറ്റം ആഗ്രഹിച്ചത്. അതായത് ഇനിയൊരു തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം LDF-ന്റെ ഭാഗമായി അവിടെ സ്ഥാനാർത്ഥിയാകില്ല എന്നും, തനിക്ക് ഇനിയൊരു സ്ഥാനാർത്ഥിത്വം ലഭിക്കണമെങ്കിൽ UDF പാതയിലേക്ക് അല്ലെങ്കിൽ UDF ഭാഗത്തേക്ക് പോകണം എന്നുള്ള അദ്ദേഹത്തിൻ്റെ മുൻകൂട്ടിയുള്ളൊരു കണ്ടെത്തലാണ് അദ്ദേഹത്തിന് UDF ഭാഗത്തേക്ക് എത്തിച്ചതും പിണറായി വിജയനെതിരെ തുറന്നടിക്കാനുള്ളൊരു കാരണമുണ്ടായതും. പക്ഷേ അദ്ദേഹത്തിന്റെ നാവ് അദ്ദേഹത്തെ ചതിച്ചു. അദ്ദേഹം പോകണം എന്ന് വിചാരിക്കുന്ന വീട്ടിലേക്ക് ആ വീട്ടുകാരെ തന്നെ ചീത്ത പറഞ്ഞു. ഞാൻ കല്യാണ വീട്ടിൽ ചെന്ന് എല്ലാവരും ചീത്ത പറയുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നു. അതുകൊണ്ട് അതിനകത്ത് നമ്മൾ വേറൊരു കാര്യം കൂടെ കാണണം. അൻവർ ജോയിയെ പ്രപ്പോസ് ചെയ്ത് എന്തിനാ? നമ്മൾ എളുപ്പത്തിൽ പറയും അൻവറിന് അവിടെ മലബാറിലൊരു സീറ്റ് ഉറപ്പിക്കാൻ വേണ്ടിയാണ്. അത് മാത്രമാണോ? അല്ല, അത് മാത്രമല്ല. രണ്ടാമത്തെ കാര്യം, ജോയി ആണെങ്കിൽ നിലമ്പൂർ അടുത്ത ഇലക്ഷൻ വരുമ്പോൾ, അസംബ്ലി ഇലക്ഷൻ വരുമ്പോൾ നിലമ്പൂർ ജോയിക്ക് എവിടെ തിരുവമ്പാടി കൊടുക്കുകയും, അതാണ് ഗെയിം. അൻവറിനെ നിലമ്പൂർ തന്നെ നിലനിർത്തുകയും ചെയ്യുകയായിരുന്നു അൻവറിന്റെ ഗെയിം. ആ ഗെയിമാണ് ഇവിടെ പരാജയപ്പെട്ടത്. പക്ഷെ അൻവറിന്റെ ഗെയിം പരാജയപ്പെട്ടതിന്റെ ഉത്തരവാദിത്വം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ പോലെ, കഴിഞ്ഞ ചർച്ചയിൽ പറഞ്ഞ പോലെ, ജോയി ഈ കളിക്ക് നിന്നില്ല. അല്ല, ജോയിയെ പോലുള്ള ഒരു നേതാവ്, വളർന്നു വരുന്ന ഒരു നേതാവ് പാർട്ടിയെ ധിക്കരിച്ചുകൊണ്ട് ഒന്നും ചെയ്യില്ല എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ അദ്ദേഹം കളിച്ചത് അതാണ്. അതായത് ജോയി മാത്രമേ നിലമ്പൂർ ജയിക്കുമെന്നുള്ളത് കൊണ്ടല്ല. ജോയി ആയാൽ
അടുത്ത തനിക്ക് മത്സരത്തിൽ തിരിച്ചു വരാനുള്ള തനിക്ക് chance തിരിച്ചു ആണ്. വരാൻ ചാൻസ് ജോയിക്ക് ആണ്. ജയിക്കാൻ പറ്റുന്ന ഒരു സീറ്റ് കൊടുത്താൽ മതി. അത് അൻവറിന് വേണ്ടി എല്ലാം ചെയ്യുകയും അവസാനം അത് ആ നീക്കം പാളുകയും ചെയ്തു എന്ന് മാത്രമേ ഇതിൽ പറയാനുള്ളൂ. പക്ഷെ അൻവറിനെ പോലുള്ളവർക്ക് വിജയിക്കാൻ പറ്റുന്നതാ. ഇനി നമ്മുടെ കൺവെൻഷണൽ പൊളിറ്റീഷ്യൻ നേതാക്കന്മാർക്ക്, അത് കോൺഗ്രസിൻ്റെ ആയാലും CPM-ൻ്റെ ആണെങ്കിലും, അൻവറിൻ്റെ കൂടെ പോകുന്ന ഒത്തിരി സാധാരണക്കാരുണ്ട്, പൈസ കൊണ്ട് മാത്രം പോകുന്നവരല്ല. അവർക്ക് എങ്ങനെ അൻവറിൻ്റെ കൂടെ പോകാൻ പറ്റുന്നതിൻ്റെ അടിസ്ഥാനം ഇപ്പുറത്ത് നിൽക്കുന്നവർക്ക് ജനങ്ങളെ ആകർഷിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. പലയിടത്തും എടുത്തു, പല രംഗത്തും എടുത്തു. അതൊക്കെ ശരിയാണ്. പക്ഷേ അൻവറിന് ഏറ്റവും അവസാന നാളുകളിൽ സംഭവിച്ചിരിക്കുന്നത് വലിയ തിരിച്ചടി തന്നെയാണ്. അൻവർ ഉദ്ദേശിച്ച രാഷ്ട്രീയം അദ്ദേഹത്തിന് ആ ലൈനിലേക്ക് എത്താൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, അൻവർ രാഷ്ട്രീയത്തിൽ നിന്നും പുറത്തേക്ക് പോകുന്നതിൻ്റെ ഒരു വക്കിൽ നിൽക്കുകയാണ്. മാത്രമല്ല അൻവർ എല്ലാവരെയും തകർത്തുകൊണ്ട് അല്ലെങ്കിൽ എല്ലാവരെയും അധിക്ഷേപിച്ചുകൊണ്ട് ഒരു മുന്നണിയുടെ ഭാഗമാകാമെന്നൊക്കെ കരുതിയത് വെറും ഒരു പക്വതയില്ലാത്തൊരു രാഷ്ട്രീയക്കാരനായി അദ്ദേഹം അവസാനം മാറി എന്ന് തന്നെ പറയേണ്ടി വരും. ഒരു മുന്നണി സംവിധാനമാകുമ്പോഴൊക്കെ പല വിട്ടുവീഴ്ചയും ചെയ്യേണ്ടതായിരുന്നു. അദ്ദേഹം അതിന് നിന്നില്ല. ഇപ്പോൾ അദ്ദേഹത്തിന് അല്പമെങ്കിലും അവിടെ കുറച്ച് സെറ്റപ്പും അദ്ദേഹത്തിന് കുറച്ച് പിന്തുണയും ഒക്കെ ഉണ്ടെങ്കിൽ അതുമൊക്കെയായി തട്ടിമുട്ടി പോകാമെന്നല്ലാതെ വിജയിച്ചു വരാനുള്ള കഴിവൊന്നും അൻവറിന് അവിടെയില്ല. അൻവർ അവസാന നിമിഷം ചെയ്തത് പക്വതയില്ലാത്ത കാര്യമെന്ന് തന്നെ പറയേണ്ടി വരും.